ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ദോശമാവൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ദോശമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചിരകിയ തേങ്ങ, അതുപോലെ ഒരു 6-7 അല്ലി ചെറിയ ഉള്ളി, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അതുപോലെ കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ പ്രത്യേകിച്ച് അളന്നിട്ടൊന്നുമല്ല ചെയ്യുന്നത് കേട്ടോ. തേങ്ങയൊക്കെ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ അളവിൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഉള്ളി അതുപോലെ തന്നെ കറിവേപ്പില, ഇതൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഞാനിവിടെ ഈ ഒരു മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ മല്ലിയിലാണെങ്കിൽ അതെടുക്കുക കേട്ടോ. ആ മല്ലിയില ഇല്ലാത്ത കാരണമാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ദോശമാവിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചതക്കുന്ന കല്ലിലിട്ടോ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ദോശമാവിൽ നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ചേർത്തിട്ടുള്ള ദോശമാവാണെന്നുണ്ടെങ്കിൽ അതിന് പാകത്തിനനുസരിച്ചിട്ട് നമ്മൾ ഉപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇല്ലെങ്കിൽ ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ദോശയൊക്കെ ചുട്ടതിൻ്റെ ബാക്കി മാവ് ഉണ്ടാവുമല്ലോ, നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഉപ്പ് കുറച്ച് കുറവായത് കാരണം കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് ചേർക്കുക. ഉപ്പും അതുപോലെ തന്നെ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ജീരകം, ഇതിൻ്റെ കൂടെ എള്ള് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക, കരിഞ്ജീരകം വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ചെറിയ ജീരകം മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങളൊക്കെ വരുത്താം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ചൂടായിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ട് അതിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ സാധാരണ മാവ് കോരി ഒഴിക്കുന്ന പോലെ ഒന്ന് കോരി ഒഴിക്കുന്നുണ്ട്. ഇനി ഒരു ഭാഗം ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് നമ്മൾ തിരിച്ചിട്ടിട്ട് 2 ഭാഗം നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ അത്. ദോശമാവൊക്കെ എപ്പോഴും നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി അരച്ച് വെച്ച മാവൊക്കെ ഫ്രിഡ്ജിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. മക്കളൊക്കെ സ്കൂൾ ഇട്ട് വരുന്ന സമയത്തേക്കൊക്കെ നമ്മൾ എന്ത് ഉണ്ടാക്കുന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് മാവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എരിവൊക്കെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് മുളകൊക്കെ ചേർത്താൽ മതി. വലിയവർക്കാണെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ഭാഗം കൂടെ നല്ലപോലെ ആയാലും നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ദോശമാവായത് കാരണം തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും, പുറം ഭാഗത്ത് മാത്രമേ മൊരിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇനിയും കൂടുതൽ മൊരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.